റീഅറേഞ്ച്മെൻറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്മൈൽസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈഗ്രേഷൻ ഓഫ് ആൻ അരോമാറ്റിക് സിസ്റ്റം ഫ്രം വൺ ഹെറ്ററോ ആറ്റം ടു അനദർ ഹെറ്ററോ ആറ്റം. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഇതും ഒരു ഹെറ്ററോ ആറ്റമാണ്, ഇതും ഒരു ഹെറ്ററോ ആറ്റമാണ്. അപ്പം മൈഗ്രേഷൻ നടക്കുന്ന എന്തിൻ്റെയാണ്? അരോമാറ്റിക് സിസ്റ്റത്തിൻ്റെ മൈഗ്രേഷൻ നടക്കും. എവിടെ നിന്ന് എങ്ങോട്ട്? ഒരു ഹെറ്ററോ ആറ്റത്തിൽ നിന്ന് അടുത്ത ഹെറ്ററോ ആറ്റത്തിലേക്ക്. അതായത് നമ്മുടെ റിയാക്റ്റൻറ്റിൽ ഏത് ഹെറ്ററോ ആറ്റത്തിൻ്റെ കൂടെയാണോ ഫിനൈൽ റിംഗ് ഉള്ളത്, ഇത് പ്രോഡക്റ്റായിട്ട് മാറുമ്പോൾ എങ്ങോട്ട് മാറും? അടുത്ത ഹെറ്ററോ ആറ്റത്തിലേക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇത് കണ്ട, ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഹെറ്ററോ ആറ്റത്തിലാണ് ഈ ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ എന്താ? വൈ എന്ന് പറയുന്ന ഹെറ്ററോ ആറ്റത്തിലാണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് മൈഗ്രേഷൻ ഓഫ് ആൻ അരോമാറ്റിക് സിസ്റ്റം ഫ്രം വൺ ഹെറ്ററോ ആറ്റം ടു അനദർ ഹെറ്ററോ ആറ്റം. ഇനി ഇത് നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഇൻട്രാമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസിങ് എ ബേസ്. ഒരു ബേസിൻ്റെ പ്രസൻസിൽ ഇൻട്രാമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കുന്നത്. നടന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത്? അരോമാറ്റിക് സിസ്റ്റം ഒരു ഹെറ്ററോ ആറ്റത്തിൽ നിന്ന് അടുത്ത ഹെറ്ററോ ആറ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സ്മൈൽസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെക്കാനിസം നമുക്ക് നോക്കാം. ആ മെക്കാനിസം പറയുന്നതിന് മുന്നേ ആയിട്ട് ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും ആവാം. എസ് ആകാം, SO2 ആവാം, SO ആകാം, OA ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഇനി YH എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേണമെങ്കിൽ OH ആവാം, NH2 ആവാം, NHR ആവാം, SH ആവാം, ഇതിലേതെങ്കിലും ആവാം. അപ്പോൾ നമുക്കിനി മെക്കാനിസത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആദ്യം നോക്കാം. ഇവിടെ എന്താണ്? എക്സിൻ്റെ പൊസിഷനിൽ വന്നേക്കുന്നത് എന്താണ്? SO2 ആണ്. YHൻ്റെ പൊസിഷനിൽ വന്നേക്കുന്നത് OH ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ SO2ലാണ് ഇപ്പോൾ ഈ ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ ഫിനൈൽ റിംഗ് എങ്ങോട്ട് വരും? ഈ ഇതിലേക്ക് വരും. ഈ Hനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടേക്ക് വരും ഈ ഫിനൈൽ റിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇനി മെക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ എക്സാമ്പിളായിട്ട് തന്നെ നോക്കാം. എക്സും YHും വെച്ച് തന്നെയാണ് നമ്മൾ മെക്കാനിസം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട്, രണ്ട് ഹെറ്ററോ ആറ്റം ഉള്ള ഫിനൈൽ റിംഗ് ഒക്കെ ഉള്ള ഈ ഒരു കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ട് നമ്മൾ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ H ഇവിടുന്ന് H+ ആയിട്ട് ലീവ് ചെയ്യും. ഓക്കെ, ഈ H+ ആയിട്ട് ഇവിടുന്ന് ലീവ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇവിടെ ഒരു മൈനസ് ചാർജ് വരും. ഓക്കെ, ഈ H+ ആയിട്ട് ലീവ് ചെയ്യും. അതായത് എന്താ? H+ഉം OH- കൂടെ H2 ആയിട്ട് അത് ലീവ് ചെയ്യും. ലീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു മൈനസ് ചാർജ് വന്ന് അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വാലൻസി കൂടിയില്ല. ഇവിടെ ഓൾറെഡി 4 വാലൻസി ഉണ്ട്. പിന്നെ ഇതും കൂടെ വരുമ്പോൾ 5ാമത്തെ വാലൻസി ആവും. അപ്പോൾ എന്ത് പറ്റും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ Y എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താ പറ്റിയത്? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എന്ത് പറ്റും? ഈ ബോണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ബോണ്ട് അങ്ങോട്ട് പോവും, ഈ ബോണ്ട് അങ്ങോട്ട് പോകും. അങ്ങനെ മൊത്തത്തിലൊരു ഡീലോക്കലൈസേഷൻ നടക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിച്ചേക്കുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ ഈ ബോണ്ട് ഇവിടുന്ന് എക്സിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു എന്താ സൈക്ലിക്കായിട്ട് നിൽക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈക്കിൾ ഇവിടുന്ന് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പം ഇത് എക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ എക്സ് മൈനസ് ആവും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? വൈയിൽ വന്ന് ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വൈയിലേക്കാണ് ഈ ഒരു ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുമ്പോഴേക്ക് എന്താ? ഈ മൈനസ് നമ്മുടെ H+നെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ? ഇവിടെ XH എന്നും വരും, വൈയിൽ ഫിനൈൽ റിംഗ് അറ്റാച്ചും ചെയ്തേക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഹെറ്ററോ ആറ്റത്തിലാണ് നമ്മുടെ ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും വൈയിലാണ് ഈ ഫിനൈൽ റിംഗ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് സ്മൈൽസ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്.